സുഖയാ വരുന്ന കാര്യം നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞോടാ കുട്ടി. എന്നിട്ട് വരാൻ കാറ് പറഞ്ഞു വിടില്ലേ? ജമീല സുഖ വന്നിരിക്കണോ? ഒരു ഗ്ലാസ് ചായ കൊണ്ടുവാ. എപ്പോ വന്ന്? ഇപ്പൊ തന്നെ വന്നത്. ഞാൻ കണ്ടില്ല കേട്ടാ. ഞാൻ അവൾ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. ഞാൻ മീൻ വാങ്ങാൻ പോയേ, അതാ കാണാത്തത്. സുഖായിരിക്കണ? ജമീല ചായ എടുത്തിട്ട് വാ. ചായ എടുക്ക. ചായക്ക് കടി എന്തെങ്കിലും വേണം സുഹറ? വേണ്ട ഏട്ടത്തിയമ്മ, എന്നാലും എന്റെ മകള് വന്നല്ലോ. എന്താണ് ഒന്നും മിണ്ടാത്തത്? പറയേ. ഒന്നുമില്ല അമ്മ. ചായ വേണോ അമ്മ? കൊണ്ടുവരട്ടെ? എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചതാണ്. ഇന്ന് എന്ത് മീൻ കിട്ടേ? അയലയും വലിയ കൊഞ്ചും കിട്ടി ഉമ്മ. നീയേ ആ കൊഞ്ചെടുത്ത് കറി വെക്ക്, പിന്നെ അയല പൊരിച്ചെടുക്ക്. സുഹറയ്ക്ക് കൊഞ്ച് കറി ഇഷ്ടമാണ്. വരുമ്പോഴല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പാവം. വെക്കേ. ആ ഉമ്മ, അവിടെ നിങ്ങൾക്ക് നല്ല മീനൊക്കെ കിട്ടുമല്ലോ അല്ലേ? ചാവക്കാട് കടലൊക്കെ അടുത്തല്ലേ? എന്താണ് ഒന്നും മിണ്ടാത്തത്? പറയേ. എന്താ മുളകാരേനെ? എന്ത് പറ്റി? പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. സുഹറ, കാര്യം പറയടേ. സുഹറ, എന്ത് പറ്റി എന്റെ മോൾക്ക്? പറയേ. പറഞ്ഞാലല്ലോ ഉമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ. പറയേ. രാവിലെ നേരത്തെ കാലത്ത് എണീക്കണമെന്ന്. ഇവിടെ ഞാൻ 10 മണിക്കല്ലേ ഉമ്മ എണീക്കുക. പിന്നെ അവിടെ മാത്രം എന്താണ് ഇങ്ങനെ? ഞാൻ പോവില്ല. ഓരോരുത്തരെ ഓരോന്ന് വെച്ചുണ്ടാക്കണമെന്ന്. ഞാനെന്താ അവിടുത്തെ വേലക്കാരിയ? ഇവിടെ ആര് വെച്ചുണ്ടാക്കണ? ഉമ്മയല്ലേ. പിന്നെ അവിടുത്തെ ഉമ്മയ്ക്ക് വെച്ചുണ്ടാക്കിയ എന്താണ്? എനിക്ക് വയ്യ. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും കെട്ടിപ്പോവില്ല. എന്നെ ഗൾഫിൽ കൊണ്ടുപോകാൻ പറയും. ഇവിടെ ഒന്നും ഞാനിരിക്കില്ല. അല്ല, എനിക്ക് കല്യാണം വേണ്ട. ഞാൻ ഇത്ര പഠിച്ച് നടപ്പപ്പാണ് ചെയ്യാനാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചത്. ഞാൻ പോവില്ല. എനിക്ക് കല്യാണമേ വേണ്ട. അപ്പൊ അതാണ് കാര്യം. നീ 10 മണിക്കാണ് എണീക്കണ. നീ കെട്ടിയവന്റെ വീട് വേറെ, സ്വന്തം വീട് വേറെ. നീ അത് മനസ്സിലാക്ക്. നീ എന്ത് വിചാരിച്ച് അടപ്പെട്ട് കിടന്നുറങ്ങിട്ട് ഇവിടുത്തെ പോലെ സുഖമായി ജീവിക്കാനാ? ഇതന്നെ കുടുംബജീവിതം. ഇഡ്ഡലി വെക്ക്, സാമ്പാർ വെക്ക്, ബിരിയാണി വെക്ക്. ഞാനെന്താ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാണ് ഇതൊക്കെ പോയിട്ട് വെക്കാൻ? എന്നിട്ട് വഴക്ക് പറയണമ്മ. നാത്തൂനാണെങ്കിൽ പഠിത്തം പറഞ്ഞിട്ട് അവള് ഒരു പണിയും എടുക്കില്ലമ്മ. അവൾക്ക് കൂടി ഞാൻ വെച്ചിട്ടുണ്ടായി കൊടുക്കണം എന്ന്. എനിക്ക് വയ്യ. ഞാൻ പോവില്ല. എനിക്ക് കല്യാണം വേണ്ട. ഞാനിവിടെ ഇരുന്നോളാം. എന്റെ അമ്മായിമ്മനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇല്ല, വിളിച്ചു നോക്കാടി. എന്താ അവരെ കൂട്ടം കേക്കാലോ. ജമീല, ഫോൺ എടുക്കേ. വേണ്ട, ഇവിടെ ഉണ്ട്. അവര് പറയണത് കേക്കണമല്ലോ. എന്താ പറയണെന്ന് നോക്കട്ടെ. നമ്പറ് പറയുമ്പോ രണ്ടുപേരും പറയണത് കേക്കണമല്ലോ. ചോദിക്കട്ടെ. ഹലോ. മകളെവിടെ എത്തി?
അവളെന്തൊക്കെയോ പറയണു കരയണു. കുട്ടികളല്ലേ, അതൊക്കെ അങ്ങനെ തന്നെ. ആ ആ നിങ്ങളെ മകളെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു വിട്. പെണ്ണെ 10 മണിക്കാണ് എണീക്കുന്നത്, ഒരു പണി എടുക്കില്ല. എന്തെങ്കിലും പണി പറഞ്ഞാൽ എന്താ ദേഷ്യം, ചാടിത്തുള്ളി ഞാൻ വീട്ടിൽ പോവും. ഇപ്പം വന്നിരിക്കുന്ന കണ്ടില്ലേ, ഇതെങ്ങനെ ശരിയാവും? അവിടെ ഒരു മരുമകളുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ ഇങ്ങനെയാണ് അവൾ പെരുമാറുന്നത്. ഇതെന്താണ് ഈ പെണ്ണിങ്ങനെ? പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കണ്ടും കേട്ടും ഒക്കെ ചെയ്യണ്ടേ. എല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം കെട്ടിക്കൊടുക്കാൻ. നമ്മളെന്ത് ചെയ്യുന്നു? അവനാണെങ്കിൽ ഗൾഫിൽ ന്യൂ ജനറേഷനാണ് പറഞ്ഞ് ചാടിത്തുള്ളി നടക്കുകയാണ്. ഇവരൊന്നും കുടുംബത്തിലേക്ക് പറ്റില്ല. നിങ്ങളെല്ലാം അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് പറഞ്ഞു വിടും കേട്ടാ. ശരി, എന്താ ഇപ്പം ചെയ്യുക? ഒരു വയ്യാവേലികളെ അവർ പറയണ കേട്ടാ എങ്ങനെയുണ്ട്? പിന്നെ നിന്റെ അമ്മായിയമ്മ വേലക്കാരിനെ പോലെ നിനക്കെല്ലാം വെച്ച് തരുന്ന വിചാരിച്ചാ? നീ ഇവിടുത്തെ മരുമകളെ നോക്ക്, നിന്റെ ഏടത്തിയമ്മ. ഞാൻ വെച്ചു കൊടുത്തിട്ടാണ് അവള് കഴിച്ചിട്ടിരിക്കണം ഇവിടെ. പറയേ, അതുപോലെ തന്നെയല്ലേ നീ അവിടുത്തെ മരുമകളല്ലേ? എനിക്ക് വയ്യ, ഞാൻ പോവില്ല. ആ പോകണ്ടെങ്കി പോകണ്ട, നീ ഇവിടെ ഇരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഇരുന്നോ. കരയണ്ടടി, എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. നീ ഇവിടെ ഇരുന്നു. നീ ഇനി ഇവിടെ തൊട്ടേ ഇവിടെ എല്ലാ പണികളും നീ തന്നെ എടുക്കണം കേട്ടാ. അന്നത്തെ പോലെ നീ ഇരിക്കാൻ പറ്റില്ല. എന്റെ നിക്കാഹ് കഴിഞ്ഞത് ഉമ്മന്റെ സ്വഭാവമൊക്കെ മാറിയില്ല. നീയേ ആ ചൂലെടുത്തിട്ടേ ഇവിടൊക്കെ ഒന്ന് അടിച്ചു വരെ കേട്ടാ. എന്റെ മോളെ പോകണ്ട, മോളെ ഇവിടെയൊക്കെ പണി ചെയ്തിട്ട് ഇവിടെ തന്നെ ഇരുന്നു. ആ പിന്നെ ഒരു കാര്യം, നീ ആ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ട് അത് അവിടെ തന്നെയാ കൊണ്ടുവന്നിട്ടുണ്ടാ? നന്നായി. പിന്നെ ഇവിടെ ലോൺ അടയ്ക്കാൻ, കല്യാണത്തിനടുത്ത ലോണേ അടയ്ക്കാൻ പറ്റാതെ ആകെ വിഷമത്തിലിരിക്കുകയാണ് നിന്റെ ഏട്ടൻ. നമുക്കതൊക്കെ വിറ്റ് ലോൺ അങ്ങോട്ട് ക്ലോസ് ആക്കാമല്ലോ, സമാധാനം ഉണ്ടല്ലോ. ഈ സ്വർണ്ണവാ? ഞാൻ തരില്ല. ഞാനെന്തിനു തരണം? എനിക്ക് തന്ന സ്വർണ്ണമല്ലേ. ഞാനിവിടെ വന്നിരിക്കുന്നതാണ് ഉമ്മയ്ക്ക് ഇത്ര സങ്കടം. എന്റെ സ്വർണം ഞാൻ തരില്ല. ഒരു കണക്കിന് നീ വന്നത് നന്നായി. എന്തൊന്നും ഇങ്ങനെയൊക്കെ പറയണ? കുറച്ച് മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്, വന്ന് നേരെയാക്കുക. ഞാൻ പോണ എന്റെ കെട്ടിയന്റെ വീട്ടിലേക്ക്. അവിടുത്തെ ഉമ്മ ഇതിനെക്കാട്ടും എത്രയോ നല്ലതാണ്. ഞാൻ പോകും. ആ നീ പോ, ഇപ്പോഴാണ് ഒരു സമാധാനമായത്. കെട്ടി കൊടുത്താൽ പോരാ, എന്തൊക്കെ കാണണം. ആ മാന് കുട്ടിയോ, പുള്ളി മാന്, ഇതിന് പേടിയേ ഇല്ലാലോ. ജമീല ഇങ്ങോട്ട് വാ. ഇത് നോക്ക, ഒരു മാനും കുട്ടിയോ മേയുന്നോ? ഓടി വാ. നോക്ക്, എവിടുന്നാ നോക്കട്ടെ. ആ